ഹായ്, വെൽക്കം ടു ടെസ്റ്റ് സ്റ്റോറീസ്. ഇന്നത്തെ നമ്മുടെ ചാപ്റ്റർ 2 ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ എക്കണോമിക് ഇൻഇക്വാലിറ്റി. അത് നമ്മുടെ കുട്ടികളുടെ ഒരു മാനസിക വളർച്ചയിൽ എത്രത്തോളം ബാധിക്കുന്നു എന്ന് നമ്മൾ കണ്ട ഒരു എക്സ്പീരിയൻസും നമ്മളുടെ ലൈഫിലുണ്ടായിരുന്ന എക്സ്പീരിയൻസും വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മാത്രം കണക്കാക്കുക. അതിൽ കുറച്ചും കൂടി ഒരു അപ്ഗ്രേഡ് ലെവലിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു സ്റ്റഡി ചെയ്യുന്ന ഒരു കൺസെപ്റ്റിലല്ലാണ്ട് നമുക്ക് റിയലിസ്റ്റിക് അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ച കാര്യങ്ങളുടെ ബേസിസിൽ പറയുന്നതായിട്ട് കണക്കാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഡെഫിനിഷനായിട്ട് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ എക്കണോമിക് ടേംസിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഇൻഇക്വാലിറ്റി അല്ലെങ്കിൽ എക്കണോമിക് ഇൻഇക്വാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ദ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, വെൽത്ത് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് എവിടെയാണ്? എമംഗ് പീപ്പിൾസിലാണ്. അപ്പോൾ ഇതൊരു കുട്ടിയുടെ വളർച്ചയിലേക്ക് വരുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഇൻ്റർ കണക്ട് ചെയ്തിരിക്കുന്നത് കോൺഫിഡൻസിനെ ആണ്, അല്ലേ? നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ സ്നേഹബന്ധങ്ങളിൽ നിന്ന് മാറി പണത്തിനാണ് മൂല്യമെന്ന് കുറച്ചും കൂടി റിയലിസ്റ്റിക് ടേംസിൽ നമ്മൾ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ പണം എന്ന് പറയുന്ന ഈ ഒരു സംഭവം എങ്ങനെയാണ് കുട്ടികളെ ചെറുപ്പം മുതൽ അഫക്റ്റ് ചെയ്യുക? വളരെ അംബീഷ്യസ് ആയിട്ടുള്ളൊരു കുട്ടി ചെറുപ്പം മുതൽ വളർന്നു വരുന്നു. അംബീഷ്യസ് എന്ന് ഉദ്ദേശിക്കുന്നത് നന്നായിട്ട് പഠിക്കുന്നു എന്ന് മാത്രം വിലയിരുത്തരുത്. അതിൽ നിന്ന് മാറി നന്നായിട്ട് അതിൻ്റേതായ രീതിയിൽ കുട്ടിയുടേതായ രീതിയിൽ കുട്ടി അംബീഷ്യസ് ആയിരിക്കുകയും അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് അത് കാണുകയും ചെയ്യുന്നു. അതാണ് ഇതിലെ ഒരു വേറൊരു തലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റീസ് കാണുന്ന കുട്ടിക്ക് ഇതെനിക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കൺഫ്യൂഷൻ സ്റ്റേജിലിരിക്കുകയും അതിനെ ബീറ്റ് ചെയ്യാൻ പറ്റാതാവുകയും ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും കാണുന്ന ഇപ്പോൾ നമ്മൾ സാധാരണ കാണുന്ന ആളുകളിൽ എന്താണ് അതിലൊരു കോമൺ ആയിട്ട് നമ്മൾ പറയുന്നൊരു കാര്യമാണ് ആളുകളെല്ലാവരും ഒരുപോലെ ജോലി ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു സ്റ്റേജിൽ നിന്നാണ് ഈ ഒരു സ്റ്റേജ് കവർ ചെയ്ത് വരുന്ന ആളുകൾക്കായിരിക്കും ഇത് കൂടി കുറച്ചും കൂടി റിലേറ്റ് ആയിട്ട് തോന്നുകയെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ എങ്ങനെയാണ് ഈ കോമൺ മാൻ ആയിരിക്കുക അല്ലെങ്കിൽ കോമൺ മാൻ ആയിരിക്കുന്നത് എന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ പറയുന്ന പോലെ സിറ്റുവേഷൻസ് ആണ് ആളുകളെ കോമൺ മാൻ ആക്കുന്നതെന്ന് പറയാം. അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ പറ്റുന്നില്ലാത്ത ഒരു തരം ലോക്കിൽ ആളുകൾ അകപ്പെടുകയും അപ്പോൾ അതിൽ നിന്ന് മാറി ചിന്തിച്ച് കഴിഞ്ഞാൽ കംഫർട്ട് സോൺ നഷ്ടപ്പെടുകയും ചെയ്യാം, അല്ലേ? എക്കണോമിക് എന്ന് പറയുന്ന അല്ലെങ്കിൽ സാമ്പത്തികം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പണം എന്ന് പറയുന്നത് നമ്മുടെ കൺസിസ്റ്റൻസിക്കും അതുപോലെ നമ്മളുടെ ഒരു കംഫർട്ട് സോണൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുമ്പം അതിൽ നിന്നൊന്ന് ബ്രേക്ക് ചെയ്ത് ഈ പറയുന്ന അംബീഷ്യസ് ആയിട്ടുള്ള ഒരാൾക്ക് എത്തിച്ചേരണമെങ്കിൽ പറ്റാതാവുകയും ചെയ്യുന്നു. അപ്പോൾ ക്യാരക്ടർ ഡെവലപ്മെൻറ്റിൽ എക്കണോമിക് ഇൻഇക്വാലിറ്റീസ് എത്രത്തോളം വേണ്ടതാണെന്ന് അല്ലെങ്കിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നമ്മളെപ്പോഴും കാണുന്ന ആളുകളാണ് ഡിപ്പെൻഡൻ്റ് ആയിരിക്കുന്ന ആളുകൾ, ഡിപ്പെൻഡൻസി ആഗ്രഹിക്കുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ ഈ ക്യാരക്ടർ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വൺ ഓഫ് ദ മെയിൻ തിങ് എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നത് പറയുന്നത് ഡിപ്പെൻഡൻസിയാണ്. അപ്പോൾ ഈ ഡിപ്പെൻഡൻസിയിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നമ്മൾ ഒറ്റയ്ക്കാണ്, പിന്നെ നമ്മൾ ഏൺ ചെയ്യണം, അത് നമ്മൾ നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ വിനിയോഗിക്കാൻ പറ്റണം. അതുപോലെ നമുക്കപ്പോൾ പണത്തിനോടുള്ളൊരു ഭയം വരികയും നമ്മൾ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ആളുകൾ മുതൽ പണം നമുക്ക് തരുന്നു, നമ്മൾ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ആവശ്യം വരുമ്പോൾ പണം നമ്മൾ ആളുകളോട് ചോദിക്കുന്നു, നമുക്ക് കിട്ടുന്നു. ഡിപ്പെൻഡൻ്റ് ആയിരിക്കുന്ന ഒരാളുടെ കൺസെപ്റ്റിൽ നിന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇനി ഈ പറയുന്ന ഡിപ്പെൻഡൻസി ഒരു കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു. ഇനി പറയുന്ന കൺസെപ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡിപ്പെൻഡൻസി പോലെ തന്നെ ആ ഡിപ്പെൻഡൻസിക്ക് കാരണമാകുന്ന ഒരു ആസ്പെക്റ്റാണ് ഈ പറയുന്ന പോലെ തന്നെ സോഷ്യൽ സർവീസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സോഷ്യൽ സർവീസ് എല്ലാം ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ലെങ്കിലും സോഷ്യൽ സർവീസിൽ ഡിപ്പെൻഡൻസി ആഗ്രഹിക്കുന്ന ആളുകൾ ചെയ്യുന്ന സോഷ്യൽ സർവീസാണ് നമ്മളെ വേഴ്സ്റ്റായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. നമ്മളെന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഞാൻ ഒരു ഡിപ്പെൻഡൻറ്റ് പേഴ്സൺ ആണെങ്കിൽ എന്നെ അഫക്റ്റ് ചെയ്യുന്നത് ഈ സോഷ്യലൈസ് ചെയ്യുന്ന ആളുകൾ തരുന്ന അല്ലെങ്കിൽ സോഷ്യൽ സർവീസ് ചെയ്യുന്ന ആളുകൾ തരുന്ന പണമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു? അവർക്ക് വേണ്ടിയിട്ട് അവർ പറയുന്ന പോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അവർ എന്ത് വിചാരിക്കുമെന്ന് ഓർത്തിട്ട് അവർ തരുന്ന പൈസയുടെ മൂല്യം മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ട് ഞാൻ ആക്ട് ചെയ്യുന്നു. അപ്പം ഞാൻ അവിടെ അഭിനയിക്കുന്നു. അപ്പോൾ പിന്നെയും ഞാൻ അവിടെ ആരായി? കോമൺ മാൻ ആയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഈ കോമൺ മാൻ ആകുന്ന വേറൊരു സ്റ്റേജും ഈ ഡിപ്പെൻഡൻസി വരുന്നുണ്ട്. രണ്ട് സൈഡ് നമുക്ക് എടുക്കാം, പോസിറ്റീവ് സൈഡിലെടുക്കാം, നെഗറ്റീവ് സൈഡും എടുക്കാം. പോസിറ്റീവ് സൈഡിൽ ഓക്കെ, ഈ പറയുന്ന പോലെ തന്നെ പൈസ കിട്ടുന്നത് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, അപ്പോൾ അത് ആവശ്യമുള്ള ആളുകളുണ്ട്, അവരിലേക്ക് തന്നെ പൈസ എത്തിച്ചേരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ നമുക്കതിനെ അങ്ങനെ ആശംസിക്കാം. അത് സെക്കൻഡ് പാർട്ട്. അതിൻ്റെ നെഗറ്റീവ് സൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിലെ കുട്ടികൾ അല്ലേ. അപ്പോൾ ഇവർക്ക് ഈ ചെറുതിലേ ഉണ്ടാകുന്ന ഇങ്ങനത്തെ ഒരു കംഫർട്ട് സോൺ, അല്ലെങ്കിൽ നമുക്ക് ആരോടും പൈസ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തരാൻ അവർ ബാധ്യസ്ഥരാണ് എന്നുള്ള ആ ഒരു ചിന്ത, അതായത് എന്നെ സഹായിക്കേണ്ട ഉത്തരവാദിത്തം മറ്റുള്ളവർക്കുണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റിൽ എത്തിക്കഴിയുമ്പോൾ വർക്ക് ചെയ്യാനുള്ള ഒരു കണ്ടീഷൻ അവിടെ നഷ്ടപ്പെടുന്നു. അപ്പോൾ എന്നെ ഈ പറയുന്ന പോലെ എന്നെ വളർത്തിയെടുക്കേണ്ടത് ബാക്കിയുള്ളവരുടെ ഒരു ചുമതലയാണെന്നും എനിക്ക് പൈസ തരേണ്ട, എൻ്റെ പൈസയാണ് ബാക്കിയുള്ളവരുടെ കയ്യിൽ ഇരിക്കുന്ന പൈസ എന്നുള്ളൊരു ചിന്തയിലേക്ക്, ആ ഒരു ഡേഞ്ചർ സോണിൽ നിന്നാണ് ആളുകൾ പിന്നീട് ഈ പറയുന്ന പോലെ തന്നെ വേറെ ഈ പറയുന്ന നമ്മൾ കാണുന്ന പല മെസ്സേജുകളും കാര്യങ്ങളിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ ചെയ്തുകൂടാ, അവർ പൈസ തന്നതല്ലേ, അപ്പോൾ അവർക്ക് അങ്ങനെ ചെയ്തുകൂടെ എന്നുള്ള കൺസെപ്റ്റിലേക്ക് അഡൾട്ട് ഏജിൽ നിൽക്കുന്ന ഒരു കുട്ടി എന്ന് പറയുന്ന വ്യക്തിക്ക് അവരുടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പോലും ഈ താനൊരു പേഴ്സണാണെന്നും തനിക്ക് അഭിപ്രായമുണ്ടെന്നും അല്ലെങ്കിൽ തൻ്റെ ഒരു ബൗണ്ടറി ഉണ്ടെന്നും മനസ്സിലാക്കാനുള്ള ബോധം നഷ്ടപ്പെടുന്നു. ഇതിനൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ എക്കണോമിക് ഇൻഇക്വാളിറ്റിയാണ്. അപ്പം നമുക്കൊരു കോൺഫിഡൻസ് ആയിട്ടൊരു വസ്ത്രം ധരിക്കാനോ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ കോൺഫിഡൻസ് ആയിട്ട് ഒരാളോടത്ത് സംസാരിക്കാനോ നോ പറയാനോ പറ്റാതാകുന്ന സ്റ്റേജിലേക്ക് എക്കണോമിക് ഇൻഇക്വാളിറ്റി അല്ലെങ്കിൽ എക്കണോമിക് ഈ പറയുന്ന പോലെ ഡിപ്പെൻഡൻസിയും കാരണമാകുന്നുണ്ട്. അടുത്ത നെക്സ്റ്റ് വൺ കമ്പാരിസൺ ആണ്. കമ്പാരിസൺ എന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് എക്കണോമിക് ഇൻഇക്വാളിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, നമുക്ക് അത് ഭയങ്കര ഡയറക്റ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കമ്പാരിസണിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഈ കമ്പാരിസൺ കാരണം തന്നെ കോൺഫിഡൻസ് നഷ്ടമാവുകയും കമ്പാരിസൺ ചെയ്ത് കഴിയുമ്പോൾ ആരാണ് റോങ് എന്നുള്ളൊരു കൺഫ്യൂഷനിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യുന്നു. ഇതിൽ ആരാണ് തെറ്റ് ശരിയെന്ന് മനസ്സിലാക്കാതെ വരുന്നത് എപ്പോഴാണ്? കമ്പാരിസൺ ചെയ്യുന്ന ആൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അപ്ലിഫ്റ്റ് ആണെങ്കിൽ കൂടിയും, നമ്മുടെ ഇപ്പോൾ എന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ നോക്കുന്ന ഒരാൾക്ക് അപ്പർ സൈഡിൽ നിന്ന് എന്നെ കമ്പയർ ചെയ്ത് ഈസ് ബെറ്റർ ദാൻ, എന്നെക്കാളും ബെറ്ററാണ് അടുത്ത് നിൽക്കുന്ന ആളെന്ന് പറയുകയും ചെയ്താലും ആ ഒരു ഈ പറയുന്ന പോലെ ആ ഒരു നിർദ്ദേശത്തെ അത് അംഗീകരിക്കാനുള്ളൊരു മനസ്സില്ലായ്മ ആർക്ക് വരുന്നു? ഇപ്പം ഞാനാണ് എക്കണോമിക്കായിട്ട് ഇൻഇക്വാളിറ്റി നേരിടുന്ന ഒരാളെങ്കിൽ എനിക്കത് വരുന്നു, അതുകൊണ്ടാണെന്നുള്ളൊരു ഈ പറയുന്ന പോലെ ക്രൈസിസിലേക്ക് ഞാൻ എത്തിച്ചു. ഇപ്പം നമുക്ക് ടീച്ചിങ് പ്രൊഫഷനെ എടുക്കാം. അപ്പോൾ അതിൽ ഇപ്പോൾ അവർ ഡിമാൻഡ് ചെയ്യപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ നന്നായിട്ട് ഡ്രസ്സ് ചെയ്യണം, മേക്കപ്പ് ചെയ്യണം, അതുപോലെ അത്യാവശ്യം നന്നായിട്ട് ഈ പറയുന്ന പോലെ ബാക്കി കാര്യങ്ങൾ ആക്സസറീസൊക്കെ യൂസ് ചെയ്യണം എന്ന് പറയുന്നത് സെയിൽസിൻ്റെ ഭാഗമായിട്ടോ. ഒബ്വിയസ്ലി നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ എഡ്യൂക്കേഷൻ ഓൾവേസ് ബിസിനസ്സാണ്. പക്ഷേ ഇതൊരു സെയിലായിട്ട് മാറ്റി കഴിയുമ്പോൾ ഈ നിൽക്കുന്ന ടീച്ചറിൻ്റെ ഒരു കൺസെപ്റ്റിൽ അല്ലെങ്കിൽ ടീച്ചറിൻ്റെ സൈഡിൽ വ്യൂ പോയിന്റിൽ നമുക്ക് സംസാരിച്ച് കഴിയുമ്പോൾ ഈ എക്കണോമിക് ഇൻഇക്വാളിറ്റി അഫക്റ്റ് ചെയ്യുന്നത് ഭയങ്കര വേഴ്സായിട്ടാണ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ഈ രണ്ട് സൈഡിലും ചിന്തിക്കാം. ഒന്നെങ്കിൽ അതൊരു മാറ്റമായിട്ട് ചിന്തിക്കാം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് പറയുന്ന ആളുടെ ആ ഒരു ചിന്താഗതിയെ തന്നെ ഇല്ലായ്മ ചെയ്യേണ്ട സമയം വളരെയധികം അതിക്രമിച്ചിരിക്കുന്നു. നമുക്ക് ഒരാളുടെ വസ്ത്രധാരണം അല്ലെങ്കിൽ ആൾക്ക് നമുക്ക് ഇൻകം എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം അല്ലേ. അതിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ നെസസറീസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഈഗോയുടെ ബേസിൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആഗ്രഹത്തിൻ്റെ ബേസിൽ യൂസ് ചെയ്യാം. ഒരാൾക്ക് നന്നായിട്ട് ഒരുങ്ങി നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അവരുടെ ആ വ്യക്തിയുടെ വരുമാനം എങ്ങനെ വേണേലും ഉപയോഗിക്കാം. പക്ഷേ അത്രയും നന്നായിട്ട് ഒരുങ്ങി നടക്കേണ്ട ആവശ്യമില്ല എന്ന് പറയപ്പെടുകയും വേണ്ടാത്തൊരാൾക്ക് പക്ഷെ ഡിമാൻഡ് ചെയ്യപ്പെടുന്നുണ്ട്. ആ ഡിമാൻഡ് ചെയ്യപ്പെടലുകളാണ് ഭയങ്കരമായിട്ട് നമ്മൾ ഇത്രയും സൊസൈറ്റി ഇത്രയും വളർന്നെങ്കിലും ആ ഡിമാൻഡ് ചെയ്യപ്പെടലുകളാണ് നമുക്കിപ്പോൾ കുറേ വേഴ്സായിട്ട് ഒരു പ്രൊഫഷനെ തന്നെ അഫക്റ്റ് ചെയ്യുകയും ഒരു വ്യക്തിയുടെ ആഗ്രഹത്തെ തന്നെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ കുറേ സൈഡ്സ് ഉണ്ട് അല്ലേ, കുറേ വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്, കുറേ പോയിന്റ് ഓഫ് വ്യൂസ് ഉണ്ട്. അതിലെല്ലാം നമുക്ക് ഈ പറയുന്ന ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളുണ്ട്. അപ്പോൾ നമുക്കത് കമൻറ്റ് ബോക്സിൽ ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു.